ഹായ് ഹലോ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള PSC 2025 നടത്തിയൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമ്മളിന്നിപ്പോൾ ഇവിടെ കുറച്ച് ദിവസമായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണല്ലോ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് മാത്രം ഡിസ്കസ് അപ്പോൾ ഇനി വരുന്ന PSC പരീക്ഷകളിലൊക്കെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് തന്നെ ചോദ്യങ്ങൾ വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്താൽ നമുക്ക് ഒരുപാട് മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ, സ്കോർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആര്? തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? രാജ കേശവദാസൻ. രാജ കേശവദാസനാണ് തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി. അടുത്തത്, 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധമായ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? റാം മോഹൻ റോയ് ആണ് പാർസി ഭാഷയിൽ രചിച്ച 1809 ഏകദൈവ വിശ്വാസികൾക്ക് സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? റാം മോഹൻ റോയ്. അടുത്തത്, ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആര്? ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? സൺയാത് സെൻ. സൺയാത് സെൻ ആണ് ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ്. അടുത്തത്, കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. ക്വിറ്റ് ഇന്ത്യ സമരം നടന്നതാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം നടന്നത്. അടുത്തത്, 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആര്? 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആരാണ്? ഡൽഹൌസി പ്രഭു. അടുത്തത്, നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം? നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഏതാണ്? സ്വീഡൻ. അടുത്തത്, മൗൺസിറമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ്? മൗൺസിറമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം തന്നിട്ടുള്ളവയിൽ ഏതാണ്? കാസി കുന്നുകളുടെ സാന്നിധ്യം. അടുത്തത്, ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരിയേത്? ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏതാണ്? ഇന്ത്യയിൽ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. അല്ലെ, ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിൽ സ്ഥാപിക്കപ്പെട്ടു. അടുത്തത്, സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിൽ പരുത്തിയുടെ ആവശ്യം വർദ്ധിച്ചു. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിച്ചു. ശരിയാണല്ലേ. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിൽ എത്തിച്ചു. ശരിയാണല്ലേ. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. ശരിയാണല്ലേ. ഉത്തരം ഏതാണ്? ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. അടുത്തത്, തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക. എങ്ങനെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. അടുത്തത്, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടിക ഏതെല്ലാമാണ്? ഭൗമോന്തർഭാഗത്ത് നിന്നുള്ള ശിലാദ്രവ്യത്തിൽ നിന്നും രൂപപ്പെട്ട ശില ആവാസത ശില. ശരിയാണോ? അല്ല, തെറ്റാണല്ലേ. അടുത്തത്, ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസ ക്രമമായ താപനഷ്ട നിരക്ക്. ശരിയാണോ? അതെ, ശരിയാണല്ലേ. അടുത്തത്, ഭൂവൽക്കത്തെയും മാൻഡലിനെയും വേർതിരിക്കുന്ന മേഖല ഗൂട്ടൻബർഗ് പരിവർത്തന മേഖല. ശരിയാണോ? അല്ല, തെറ്റാണ്. അടുത്തത്, നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയും ഉള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരം സമുദ്രജലപ്രവാഹം. ശരിയാണോ? അതെ, ശരിയാണ്. ഇതിലേതാണ് ശരി? ഉത്തരം ഡി ആണ്. 1, 2, 4 മാത്രമാണ് ശരി. നമുക്ക് നോക്കാം. ഭൗമോന്തർഭാഗത്ത് നിന്നുള്ള
ശിലാദ്രവ്യത്തിൽ നിന്നും രൂപപ്പെട്ട ശില. അപ്പോൾ ഭൗമോന്തര ഭാഗത്ത് ഉരുകിയ ശിലാദ്രവ്യം തണുത്തുറഞ്ഞ് രൂപം കൊള്ളുന്ന ശിലകൾ എന്താണ് പറയുന്നത്? അഗ്നോയ ശിലകൾ എന്നാണ് പറയുന്നത് കേട്ടോ. എന്താണ്? അഗ്നോയ ശിലകൾ, അഗ്നോയ ശിലകൾ എന്നാണ് പറയുന്നത് കേട്ടോ. അടുത്തത്, ഭൂവൽക്കത്തെയും മാൻഡലിനെയും വേർതിരിക്കുന്ന മേഖല ഗൂട്ടൻബർഗ് പരിവർത്തന മേഖല. ശരിയാണോ? അല്ല. എന്താണ്? മെഹോറോവിക് വിച്ഛിന്നത എന്നാണ് പറയുന്നത്. മെഹോറോവിക് വിച്ഛിന്നത, മെഹോറോവിക് എന്നാണ് കേട്ടോ പറയുന്നത്. അടുത്ത നോക്കാം. താഴെ നൽകിയിട്ടുള്ളതിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏത്? താഴെ നൽകിയിട്ടുള്ളതിൽ ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം ഏതാണ്? നൈട്രജൻ. അടുത്തത്, ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത്? അപ്പോൾ ചെനാബ് റെയിൽവേ പാലത്തെക്കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏത് എന്നതാണ്. ഏതാണ്? റീസി ജില്ലയിലെ ബാക്കൽ ഗൗരി സ്റ്റേഷനുകളെ ബന്ധിപ്പിക്കുന്നു. ശരിയാണല്ലേ. 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ശരിയാണ്. ഭാരമുള്ള ശ്രീനഗർ ഉധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം സ്ഥിതി ചെയ്യുന്നത്. ശരിയാണല്ലേ. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. ശരിയാണ്. ഉത്തരം ഏതാണ്? ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. അടുത്തത്, ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? എം വിശ്വേശ്വരയ്യയാണ് ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അടുത്തത്, പ്രതിശീർഷ വരുമാനം. പ്രതിശീർഷ വരുമാനം എന്നത് എന്താണ്? ദേശീയ വരുമാനം ബൈ ആകെ സംഖ്യ. ദേശീയ വരുമാനം ബൈ ആകെ സംഖ്യ. അടുത്തത്, ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ്. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്കുമേൽ ചുമത്തുന്ന അധിക നികുതിയാണ് എന്ത്? സർചാർജ്. അടുത്തത്, സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ്? 9ാം പഞ്ചവത്സര പദ്ധതി. അടുത്തത്, താഴെ പറയുന്നവയിൽ ശരിയേത് എന്നതാണ്. ഏതാണ്? വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ്. ശിവരാമൻ കമ്മിറ്റി ഏതാണ്? നാബാർഡിന്റെ രൂപീകരണം. കാർവേ കമ്മിറ്റി എന്താണ്? ഗ്രാമീണ ചെറുകിട വ്യവസായം. ഉത്തരം ഡി ആണ്. എല്ലാം ശരിയാണ്. അടുത്തത്, യോഗക്ഷേമം വ്യാഹമൃഹം എന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? ഏത് കമ്പനിയുടേതാണ്? LICയുടെ ആപ്തവാക്യമാണ് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏത് എന്നതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 4A-യിൽ 51A അതായത് പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ ഏവ അല്ലെങ്കിൽ ഏതൊക്കെ എന്നതാണ്. ഏതൊക്കെയാണ് പെടാത്തവയാണ് കേട്ടോ? തൊഴിൽ കരം അടയ്ക്കുക, അനാഥരായ കുട്ടികളെ സഹായിക്കുക, കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകൾ പണി എടുപ്പിക്കാതിരിക്കുക, വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക. ഉത്തരം ഡി ആണ്. 1, 2, 3, 4 ഒന്നും പെടുന്നില്ല കേട്ടോ. അടുത്തത്, ചേരുംപടി ചേർക്കുക എന്നതാണ്. ഭരണഘടനയുടെ 27-ാം വകുപ്പ്. ഭരണഘടനയുടെ 27-ാം വകുപ്പ് ഏതാണ്? ഭരണഘടന 27-ാം വകുപ്പ് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. ഭരണഘടന 27-ാം വകുപ്പ് ഏതാണ്? മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു. അടുത്തത്, ഭരണഘടനയുടെ 18-ാം വകുപ്പ്. ഭരണഘടന 18-ാം വകുപ്പ് ഏതാണ്? സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ്. സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പാണ് ഭരണഘടനയുടെ 18-ാം വകുപ്പ്. അടുത്തത്, ഭരണഘടനയുടെ 13-ാം വകുപ്പ് ഏതാണ്? കോടതി പുനരവലോകന അധികാരം. കോടതി പുനരവലോകന അധികാരമാണ് ഭരണഘടനയുടെ 13-ാം വകുപ്പ്. അടുത്തത്, ഭരണഘടന 226-ാം വകുപ്പ്. ഭരണഘടന 226-ാം വകുപ്പ് ഏതാണ്? ഹൈക്കോടതിക്ക് ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. അതായത് നമ്മുടെ മൗലിക അവകാശങ്ങൾ ഏതെങ്കിലും നിഷേധിക്കപ്പെട്ടാൽ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിൽ പോകാം. എന്നാൽ ആർട്ടിക്കിൾ 32 പ്രകാരം എവിടെയാണ്? സുപ്രീം കോടതിയിലാണ് കേട്ടോ. സുപ്രീം കോടതിയിലും പോകാം നമുക്ക്. അതാണ് ഇവിടെ ഉത്തരം ഏതാണ്? ഉത്തരം ഡി ആണ് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത്? ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ
ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയുടെ കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായി ഇന്ത്യൻ പൗരന്മാരാകും. ശരിയായ പ്രസ്താവനയാണല്ലേ. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ശരിയാണല്ലേ. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെന്നാൽ അവിടെ മാതാപിതാക്കൾ എന്താണ്, മാതാവിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് എന്ത് ചെയ്യും, ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇന്ത്യക്കാരാണ്, കുട്ടി വിദേശത്താണ് ജനിച്ചതെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും എന്നതാണ്. അടുത്തത്, ഭരണഘടനയുടെ ഭാഗം 3 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണോ? അല്ല, തെറ്റാണ്. ഭരണഘടനയുടെ ഭാഗം 3 മൗലികാവകാശങ്ങളാണല്ലേ പ്രതിപാദിക്കുന്നത്. അടുത്തത്, ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ളത്. ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെക്കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരം ഉള്ളത്. ശരിയാണല്ലേ. ഉത്തരം എ ആണ്. 3 മാത്രമാണ് തെറ്റ് അല്ലേ. നമുക്കത് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 3 5 മുതൽ 11 വരെ വകുപ്പുകൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അല്ല, ഏതാണ്? ഭാഗം 2 ആണല്ലേ. ഇവിടെ ഭാഗം 2 ആണ്. ഭാഗം 2 ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2 ഇവിടെ അല്ല കേട്ടോ, തെറ്റ് മാറിപ്പോയതാണ്. ഓക്കെ, ഭാഗം 2 ആണല്ലേ. ഭാഗം 2 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന ഭാഗം 2 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ് പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഭാഗം 3 ഏതാണ്? മൗലികാവകാശങ്ങളെ കുറിച്ചാണ് ഭാഗം 3 പ്രതിപാദിക്കുന്നത്. നമുക്കിനി ഈ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്, അത് ഓരോന്ന് എന്താണ് നമുക്ക് നോക്കാം. വകുപ്പ് 5 എന്താണ് പറഞ്ഞത്? ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1949 നവംബർ 26 ഇന്ത്യയിൽ പൗരത്വം വന്നിട്ടുണ്ട്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ തന്നെ ഇന്ത്യയിൽ പൗരത്വം നിലവിൽ വന്നിട്ടുണ്ടെന്നാണ് 5 പറഞ്ഞത്. 6 പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറിയവർക്കുള്ള പൗരത്വം. 7 പാകിസ്ഥാനിലേക്ക് കുടിയേറിയവർക്ക് ഇന്ത്യയിലേക്ക് തിരികെ വരാനുള്ള പൗരത്വം. വകുപ്പ് 8 എന്താ പറയുന്നത്? ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ചില വ്യക്തികളുടെ പൗരത്വം. വകുപ്പ് 9 മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ചാൽ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നത് സംബന്ധിച്ച്. വകുപ്പ് 10 പൗരത്വാവകാശങ്ങളുടെ തുടർച്ച. ഇനി ലാസ്റ്റത്തെ എന്താണ്? വകുപ്പ് 11 പൗരത്വം നേടുക, നഷ്ടപ്പെടുക എന്നിവ സംബന്ധിച്ച് നിയമനിർമ്മാണം നടത്താനുള്ള പാർലമെന്റിന്റെ അധികാരം. ഈ വകുപ്പ് അനുസരിച്ച് പൗരത്വ നിയമം 1955 നിലവിൽ വന്നതാണ് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ 86 ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? അപ്പം ഇന്ത്യൻ ഭരണഘടനയുടെ 86 ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് എന്നതാണ്. ഏതാണ്? 86 ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. ശരിയാണല്ലേ. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിൽ മൗലികാവകാശമാക്കി. 21A വിദ്യാഭ്യാസത്തിലുള്ള അവകാശമാണല്ലേ. ശരിയാണ്. 6 നും 14 ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. ശരിയാണല്ലേ. നിർദ്ദേശക തത്വങ്ങൾ 45 വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ശരിയാണല്ലേ. ഉത്തരം സി ആണ്. എയും ബിയും സിയും ഡിയും ശരിയാണ്. അപ്പൊ ഇന്ത്യൻ ഭരണഘടനയുടെ 86 ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏതെന്നതാണ്. 86 ഭേദഗതിയിലൂടെയാണ് 21 എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തത്. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതി മൗലികാവകാശമാക്കി. 6 നും 14 ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം. നിർദ്ദേശക തത്വങ്ങൾ 45 വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ഇനി നമുക്ക് അടുത്ത നോക്കാം. 23ാമത്തത് ധനകാര്യ കമ്മീഷന്റെ വകുപ്പ് ഏതാണ്? വകുപ്പ് 280 ആണ് അല്ലേ. ധനകാര്യ കമ്മീഷന്റെ വകുപ്പ് ഏതാണ്? വകുപ്പ് 280. അടുത്തത് ഇലക്ഷൻ കമ്മീഷന്റെ വകുപ്പ് ഏതാണ്? 324. ഇലക്ഷൻ കമ്മീഷന്റെ വകുപ്പ് ഏതാണ്? 324. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഏതാണ്? വകുപ്പ് 76 ആണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അടുത്തത് അറ്റോർണി ജനറൽ ഏതാണ്? വകുപ്പ് 148 ആണ്. ഉത്തരം എ ആണ് കേട്ടോ.
അടുത്തത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏവ. ഏതാണ്? കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ടാധികാരങ്ങൾ. ശരിയാണ്, അതെ ശരിയാണ്. സൈബർ നിയമങ്ങൾ അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നു. ശരിയാണോ? അതെ ശരിയാണ്. അവശിഷ്ടാധികാരങ്ങൾ നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അധികാരമുണ്ട്. ശരിയാണോ? അല്ല, തെറ്റാണ്. അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. ശരിയാണ്, അതെ. അവശിഷ്ടാധികാരം ഇന്ത്യ കടമെടുത്തത് എവിടെയാണ്? കാനഡയിൽ നിന്നാണ്. ഉത്തരം ഡി ആണ്. 3 തെറ്റായ പ്രസ്താവന ഏതാണെന്ന് ചോദിച്ചു. 3 മാത്രമാണ്. അവശിഷ്ടാധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും അധികാരമുണ്ട്. ശരിയാണ്, അല്ല തെറ്റാണ്. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവശിഷ്ടാധികാരങ്ങൾ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം കേന്ദ്ര സർക്കാരിന് മാത്രമാണുള്ളത്. ആർക്ക് മാത്രമാണുള്ളത്? കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ഉള്ളത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് അവശിഷ്ട അധികാരങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം ആർക്ക് മാത്രമാണ്? കേന്ദ്ര സർക്കാരിന് മാത്രമാണ് ഉള്ളത്. സംസ്ഥാന സർക്കാരുകൾ ഈ വിഷയങ്ങൾ നിയമനിർമ്മാണം നടത്താൻ അധികാരമില്ല. അതായത് സംസ്ഥാന സർക്കാരുകൾക്ക് ഈ വിഷയങ്ങളിൽ നിയമം നിർത്താനുള്ള അധികാരം ഇല്ല. അടുത്ത നോക്കാം. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ പെടാത്തവ ഏത് അല്ലെങ്കിൽ ഏവ. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകൾ പെടാത്തവ ഏത് അല്ലെങ്കിൽ ഏവ. കൂട്ടുത്തരവാദിത്വം പെടും അല്ലേ? കൂട്ടുത്തരവാദിത്വം പെടും. പ്രധാനമന്ത്രിക്കും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭ അംഗങ്ങൾ. പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭാംഗങ്ങൾ ആണോ? ആണല്ലേ. അടുത്തത് മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയുടെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുകയില്ല. തെറ്റാണല്ലേ. പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരുന്നു. ശരിയാണ്, ഉത്തരം ബി ആണ്. 3 മാത്രമാണ് തെറ്റ്. ഏതാ നോക്കാം. മന്ത്രിസഭയ്ക്ക് നിർമ്മാണ സഭയോട് നേരിട്ടാണ് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. നേരിട്ട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. മന്ത്രിസഭയ്ക്ക് നിർമ്മാണ സഭയോട് നേരിട്ട് ഉത്തരവാദിത്വം ഉണ്ടായിരിക്കും. അങ്ങനെയാണ് കേട്ടോ. അടുത്തത് ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആന്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടിയെടുക്കുന്നതാണ് ഓപ്പറേഷൻ അമൃത്. എന്താണ്? ആന്റിബയോട്ടിക്കുകളുടെ അമിതോപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുന്നതാണ്. അടുത്തത് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ. കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നതാണ്. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതികൾ തൊടുപുഴ, വടകര എന്നിവിടങ്ങളിലാണ്. ശരിയായ പ്രസ്താവനയാണ് അല്ലേ. ആവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട് കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി തൃശ്ശൂരാണ്. ആവശ്യ വസ്തുക്കളുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി എവിടെയാണ്? അത് തൃശ്ശൂരാണ്. ശരിയാണല്ലേ. അടുത്തത് നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബകാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്. നെയ്യാറ്റിൻകര, കൊട്ടാരക്കര എന്നിവിടങ്ങളിലാണ് അബകാരി കേസുകൾ മാത്രമുള്ള പ്രത്യേക കോടതികൾ പ്രവർത്തിക്കുന്നത്. ശരിയാണല്ലേ. ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾ തുടർന്ന് അപ്പീൽ പറ്റില്ല. ലോക് അദാലത്തിൽ തീർപ്പാക്കിയ കേസുകൾക്ക് തുടർന്ന് അപ്പീൽ പറ്റില്ല. ഉത്തരം എ ആണല്ലോ. 1, 2, 3, 4 ശരിയാണ്. അടുത്തത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരെ? കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി ആരാണ്? ഡോക്ടർ സിറിയക് തോമസ്. അടുത്തത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്ന താഴെ പറയുന്നതിൽ ആരെ തിരഞ്ഞെടുക്കുവാനാണ്? ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നതിൽ ആരെ തിരഞ്ഞെടുക്കാൻ? അതായത് FPTP വഴി ട്ടോ. ആരെ തിരഞ്ഞെടുക്കാനാണ്? സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെ, അതായത് MLA മാരെ, സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങൾ കേട്ടോ. അടുത്തത് കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി തെറ്റായ പ്രസ്താവന ഏത് എന്നതാണ്. ഏതാണ്? രൂപീകരിച്ചത് 1964 ഡിസംബർ 3-നാണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. ഒന്നാമത്തെ തന്നെ തെറ്റാണല്ലേ.
അടുത്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമിക്കുന്നത് കേരള ഗവർണറാണ്. ശരിയാണ്, അതെ ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ശരിയാണ്, അതെ ശരിയാണ്. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു. ശരിയാണോ? അതെ ശരിയാണ്. ഉത്തരം ബി ആണ്. തെറ്റായ പ്രസ്താവന ഏതാണ്? രൂപീകരിച്ചത് 1964 ഡിസംബർ 3 തെറ്റായ പ്രസ്താവനയാണ് അല്ലേ. എന്നാണ് രൂപീകരിച്ചത്? അതായത് കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിച്ചത് എന്നാണ് 1993 ഡിസംബർ 3 കേട്ടോ. 1993 ഡിസംബർ 3 കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിച്ചത്. ആരാണ്? 1993 അപ്പോൾ ആദ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു? MSK രാമസ്വാമി ആയിരുന്നു കേരളത്തിലെ ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. കേരളത്തിലെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? MA ഷാജഹാനാണ് കേട്ടോ. ഷാജഹാനാണ് ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. അത് കേരളത്തിലെ ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? A ഷാജഹാനാണ്. ചുമതലയേറ്റത് എന്നാണ്? 2021 മാർച്ച് 31 കേട്ടോ. മാർച്ച് 30 കേരളത്തിൻ്റെ 7ാമത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. എത്രാമത്? 7ാമത് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആണ് ആര്? A ഷാജഹാൻ 7ാമത് തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാലാവധി എത്രയാണ്? 5 വർഷമാണ് കാലാവധി എത്രയാണ്? 5 വർഷമാണ്. അല്ലെങ്കിൽ 65 വയസ്സാണ് കേട്ടോ. ഇതിലേതാണ് ആദ്യം വരുന്നത്? അതാണ് കേട്ടോ. ഏതാണ് ആദ്യം വരുന്നത്? അതാണ്. 2026 മാർച്ച് വരെയാണ് കേട്ടോ കാലാവധി. ഇനി കുറച്ച് മാസങ്ങളൂടെ ഉള്ളൂ പുതിയ തിരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഒന്നുകൂടി നോക്കാം. അപ്പോൾ രൂപീകരിച്ചത് എന്നാണ്? 1993 ഡിസംബർ 3 കേരള തിരഞ്ഞെടുപ്പ് കമ്മീഷനെ രൂപീകരിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമിക്കുന്നത് ആരാണ്? കേരള ഗവർണറാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ആദ്യത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? MSK രാമസ്വാമി ആയിരുന്നു. MSK രാമസ്വാമിയാണ്. ഇപ്പോഴത്തെ ആരാണ്? A ഷാജഹാനാണ്. എന്നാണ് ചുമതലയേറ്റത്? 2021 മാർച്ച് 31 കേരളത്തിലെ എത്രാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്? 7ാമത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. ഒരു തിരഞ്ഞെടുപ്പ് കമ്മീഷണർ കാലാവധി എത്രയാണ്? 5 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. ഇതിലേതാണോ ആദ്യം വരുന്നത് അതാണ് കേട്ടോ. അടുത്തത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ലക്ഷ്യത്തിൽപ്പെടാത്തവ ഏതാണ്? ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളുടെ ഹൈടെക് ക്ലാസ് മുറികൾ ആക്കുക. ശരിയാണല്ലേ. സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക. ശരിയാണല്ലേ. ഇംഗ്ലീഷ് ഭാഷ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യങ്ങളും വർദ്ധിപ്പിക്കുക. ശരിയാണല്ലേ. വിദ്യാർത്ഥികളിൽ സ്കൂളിൽ 3 നേരം ഭക്ഷണം നൽകുക. തെറ്റാണല്ലേ. ഉത്തരം D ആണ്. 4 മാത്രം. അടുത്തത് മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം ഏതാണ്? പാർക്കിൻസൺസ്. അടുത്തത് ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ. ക്യാൻസർ മൂലമോ അതിൻ്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണ്? എറിത്രോപോയിറ്റിൻ. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ്? GLUT4. അടുത്തത് ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം എന്താണ്? ടൈഫോയിഡ് രോഗനിർണയത്തിനായി ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൻ്റെ പ്രധാന തത്വം ഏതാണ്? ആഗ്ലൂട്ടിനേഷൻ കേട്ടോ. അടുത്തത് ഓപ്പറേഷൻ അമൃത് പദ്ധതി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്പറേഷൻ അമൃത് പദ്ധതി നമ്മൾ മുകളിൽ പറഞ്ഞല്ലേ, ആൻറ്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയലാണ് ഓപ്പറേഷൻ അമൃത്. അടുത്തത് 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതാണ്? കൊല്ലം ആശ്രമത്തെ കണ്ടൽ വനങ്ങൾ. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ക്രിസ്ത്യൻ ഹൈജൻസ്. താഴെ തന്നിട്ടുള്ളതിൽ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണ്? ഗുരുത്വാകർഷണ ബലം. കിലോ വാട്ട് അവർ എന്നത് ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റാണ്? ഊർജം. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണ പഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ടോക്കിങ്ങും അൺടോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായി വിക്ഷേപിച്ച ISRO ദൗത്യത്തിന്റെ പേര് എന്താണ്? സ്പാഡസ് മിഷൻ. അടുത്തത് റുദർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ഏതാണ്?
സ്വർണ്ണ തടകിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. അടുത്തത് അറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിൻ്റെ IUPAC നാമം ഏതാണ്? എന്താണ്? അൺബൈനീലിയം. അടുത്തത് താഴെ തന്നിരിക്കുന്നതിൽ അർദ്ധലോഹങ്ങൾ അല്ലാത്തവ ഏതാണ്? താഴെ തന്നിരിക്കുന്നത് അർദ്ധലോഹങ്ങൾ അല്ലാത്തവ മാഗ്നീഷ്യമാണ്. അടുത്തത് ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ എന്താണ്? ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ ജാൻ ടെല്ലർ മെറ്റൽ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. ദ്രവ്യത്തിൻ്റെ 9ാമത്തെ അവസ്ഥ പലപ്പോഴും പറയപ്പെടുന്നത് ജാൻ ടെല്ലർ മെറ്റൽ എന്നാണ്. ശാസ്ത്രലോകത്തിൽ പുതിയ അവസ്ഥകൾ നിരന്തരം കണ്ടുപിടുത്തുന്നുണ്ടെങ്കിലും ദ്രവ്യത്തിൻ്റെ വിവിധ അവസ്ഥയുടെ ക്രമത്തിൽ 9ാമതായിട്ട് കണക്കാക്കണം കേട്ടോ. പക്ഷേ ഇത് ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. കേരള PC ഡിലീറ്റ് ചെയ്തതാണ്. പക്ഷേ ഇങ്ങനെ ശാസ്ത്രജ്ഞൻ പറയപ്പെടുന്നുണ്ട് ജാൻ ടെല്ലർ മെറ്റൽ ആണ് എന്നതാണ്. നമുക്ക് 1 മുതൽ 9 വരെയുള്ളത് നോക്കാം. 1ാമത്തത് ഖരമാണ്, 2ാമത്തത് ദ്രാവകമാണ്, 3ാമത്തത് വാതകമാണ്, 4ാമത്തത് പ്ലാസ്മയാണ്, 5ാമത് ബോസ് എൻസ്റ്റീൻ കണ്ടൻസേറ്റ് ആണ്, 6ാമത് ഫെർമിയോണിക് കണ്ടൻസേറ്റ് ആണ്, 7ാമത് കോർ ഗ്ലൂവോൺ പ്ലാസ്മയാണ്, 8ാമത് സൂപ്പർഫേസ് ആണ്, 9ാമതാണ് ജാൻ ടെല്ലർ മെറ്റൽ എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അടുത്തത് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഓണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ്. എന്താണ്? പ്രാചീന തമിഴ് കൃതി മധുരൈ കാഞ്ചിൽ നിന്നും ഓണത്തെ, അതായത് പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ശരിയാണല്ലേ? തിരുവല്ലമേച്ചേരി ഇല്ലത്തു നിന്ന് ലഭിച്ച സ്ഥാണു രവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു സെനബ് ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ശരിയാണല്ലേ? ഉത്തരം C ആണ്. 1ഉം 2ഉം ശരിയാണ്. അടുത്തത് 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാണ്? ഗായത്രി സ്പിവാക് ആണല്ലേ. അടുത്തത് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദണ്ഡശാസ്ത്രികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നതാണ്. ഏതാണ്? വസുമതി വിക്രമം എന്ന കൃതി രചിച്ചത് ഉദണ്ഡശാസ്ത്രികളാണ്. ശരിയാണോ? അല്ല, തെറ്റാണ്. കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചതാരാണ്? ഉദണ്ഡശാസ്ത്രികളാണ്. ശരിയാണ്. ഉത്തരം ഏതാണ്? B ആണ്. പ്രസ്താവന 1 തെറ്റാണ്, 2 ശരിയാണ്. വസുമതി വിക്രമം എന്ന നാടകം രചിച്ചത് CV രാമൻപിള്ളയാണ് കേട്ടോ. വസുമതി വിക്രമം എന്ന നാടകം രചിച്ചത് CV രാമൻപിള്ളയാണ്. വസുമതി വിക്രമം എന്ന കൃതി രചിച്ചത് ആരാണ്? നാരായണ ഭട്ടത്തിരിയാണ് കേട്ടോ. രചിച്ചത് ആരാണ്? നാരായണ ഭട്ടത്തിരിയാണ്. നാടകം രചിച്ചത് ആരാണ്? CV രാമൻപിള്ള. CV രാമൻപിള്ളയാണ് കേട്ടോ. അടുത്ത നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനായി ഇരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ICC വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് ചാമ്പ്യൻ ട്രോഫി എന്നീ 3 മത്സരങ്ങൾ വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ്. ശരിയാണല്ലേ? തൻ്റെ കരിയറിൽ 200 ടെസ്റ്റ് മാച്ച് കളിച്ച ആദ്യ ഇന്ത്യൻ താരം. ശരിയാണോ? അല്ല, തെറ്റാണ്. പ്രസ്താവന 1 ശരിയാണ്, എന്നാൽ 2 തെറ്റാണ്. ഉത്തരം A ആണ്. അപ്പോൾ ICC വേൾഡ് കപ്പ് 2020 വേൾഡ് കപ്പ് ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സര ഇനങ്ങളും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റനാണ് ആര്? MS ധോണി. തൻ്റെ കരിയറിൽ 200 ടെസ്റ്റ് മാച്ച് കളിച്ചിട്ടുണ്ടോ? ഇല്ല. ആരാണിത് കളിച്ചത്? സച്ചിൻ തെണ്ടുൽക്കറാണ് കേട്ടോ. സച്ചിൻ തെണ്ടുൽക്കറാണ് 200 മാച്ച് കരസ്ഥമാക്കിയത്. MS ധോണി എത്രയാണ്? MS ധോണി 90 ആണ് കേട്ടോ. MS ധോണി 90 മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 90 മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. സച്ചിൻ തെണ്ടുൽക്കർ 200 ടെസ്റ്റ് മത്സരം കളിച്ച ലോകത്തിലെ ഏക താരമാണ് സച്ചിൻ കേട്ടോ. അടുത്തത് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന കേരള കലാമണ്ഡലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന കേരള കലാമണ്ഡലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക എന്നതാണ്. എന്താണ്? 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. തെറ്റാണല്ലേ? വള്ളത്തോൾ നാരായണ മാറിപ്പോയി.
1930കളിലാണ് കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. അല്ലെ, കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടതെന്നാണ് 1930കളിലാണ്. വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. അപ്പോൾ എന്നാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്? 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ആരുടെ നേതൃത്വത്തിലായിരുന്നു? വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലായിരുന്നു. ഇതിലേതാണ് 1ഉം 2ഉം ശരിയാണല്ലോ. അപ്പോൾ ഉത്തരം സി ആണ്. പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ നമ്മളിവിടെ ടോട്ടല് 50 ചോദ്യങ്ങളാണല്ലോ ഡിസ്കസ് ചെയ്ത്. പുറമേയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇതിൽ നമ്മൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. തെറ്റുകളൊക്കെ തിരുത്തി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി വരുന്ന PSC പരീക്ഷകളിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്താൽ തന്നെ നമുക്ക് അതിൽ നിന്ന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ കറണ്ട് അഫയേഴ്സ് എല്ലാവരും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കുക. അപ്പോൾ ഇനി അടുത്ത ചോദ്യപേപ്പറായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.